തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പുത്തൻ അധ്യായമാണ് ദളപതി വിജയും തമിഴക വെട്രിക്കഴകം പാർട്ടിയും. ഇതിനകം തന്നെ വിവാദങ്ങളിലും വിമർശനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വിജയുടെ രാഷ്ട്രീയം പുതിയ ചുവട് വെച്ചിരിക്കുകയാണ്. വിജയ് മത്സരിക്കാൻ പോകുന്ന മണ്ഡലത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ചൂട് പിടിച്ചിരിക്കുന്നത്. വി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മണ്ഡലത്തിൽ നിന്നും വിജയ് മത്സരിച്ചേക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകളെങ്കിലും DMK കോട്ടയായിരുന്ന പെരമ്പൂരിൽ ജനവിധി തേടാനാണ് വിജയ് ഒരുങ്ങുന്നത്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഏറെ പ്രാധാന്യമുള്ള മണ്ഡലമാണ് പെരമ്പൂർ. തൊഴിലാളി വർഗത്തിന് മേധാവിത്വമുള്ള ഈ മണ്ഡലത്തിൽ വിജയുടെ സാന്നിധ്യം പാർട്ടിക്ക് വലിയ ഊർജം നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചെന്നൈയിലെ മറ്റിടങ്ങളെ അപേക്ഷിച്ച് സാധാരണക്കാരും തൊഴിലാളികളും ഏറെയുള്ള പ്രദേശമാണ് പെരമ്പൂർ. വിജയുടെ സിനിമകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരിടം കൂടിയാണിത്. TVKക്ക് വേരോട്ടമുള്ള മണ്ഡലമാണ് പെരമ്പൂർ എന്നും 40,000 അംഗങ്ങൾ അവിടെ ഉണ്ടെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് പറഞ്ഞിരുന്നു. തമിഴ്നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളായ DMKയും AIADMKയും ആധിപത്യം പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണിതെങ്കിലും വിജയുടെ വ്യക്തിപ്രഭാവം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് അനുയായികൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 54,976 വോട്ടിന് DMK ജയിച്ച മണ്ഡലമാണ് പെരമ്പൂർ. 2001 മുതൽ 2016 വരെ CPIM വിജയിച്ച മണ്ഡലം. നിലവിൽ പെരമ്പൂർ MLA DMK നേതാവ് RD ശേഖർ ആണ്. ഭരണകക്ഷിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും ശക്തി കേന്ദ്രമായാണ് പെരമ്പൂരിനെ കണക്കാക്കുന്നത്. വലിയൊരു തൊഴിലാളി വർഗ ജനസംഖ്യയും DMKക്ക് ശക്തമായ സംഘടനാ അടിത്തറയുമുള്ള ഈ മണ്ഡലം ഒരു പുതിയ രാഷ്ട്രീയ ശക്തിക്ക് വെല്ലുവിളി നിറഞ്ഞ തട്ടകമാണ്. തമിഴകത്തിന്റെ രാഷ്ട്രീയ ഗതിവിഗതികൾ നിർണയിക്കുന്ന ഒന്നായിരിക്കും വിജയുടെ ഈ പോരാട്ടം. MGRനും ജയലളിതയ്ക്കും ശേഷം സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലെത്തി അധികാരം പിടിച്ചെടുക്കാൻ മറ്റൊരു താരം കൂടി തയ്യാറെടുക്കുമ്പോൾ തമിഴ് രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിനാകും പെരമ്പൂർ സാക്ഷ്യം വഹിക്കുക.